ഫ്രണ്ട്സ്, എല്ലാവരുടെയും വെക്കേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തില്ല. അപ്പോൾ എല്ലാവരും എവിടേക്കൊക്കെ പോയി? ഞങ്ങൾ പാലക്കാട് ഇപ്പോൾ വാട്ടർഫാൾ നടക്കണില്ലേ, അവിടേക്ക് ഞങ്ങൾ പോയിട്ടോ. ഞങ്ങൾ ഞായറാഴ്ച ആയിട്ടോ പോയത്. അപ്പോൾ തിരക്ക് കാരണം ഫ്ലവർ ഷോയിൽ കയറാൻ പറ്റിയില്ല കേട്ടോ. നല്ല തിരക്കുണ്ട് കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ ഞായറാഴ്ച പോകാതിരിക്കണം. വെക്കേഷൻ കഴിഞ്ഞിട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങൾ തിരക്കിൻ്റെ ഇടയിൽ പോകും. കുറേ പേര് കുട്ടികളെ കാണാനില്ലാന്നൊക്കെ പറഞ്ഞിട്ട് കരയുണ്ടായിരുന്നു കേട്ടോ. അത്രയ്ക്ക് തിരക്കായിരുന്നു ഞങ്ങൾ പോയപ്പോൾ. വണ്ടി പോലും പാർക്ക് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒരുപാട് ദൂരത്ത് പോയിട്ടാണ് പാർക്ക് ചെയ്തത്. ഉണ്ടോ ഈ കാണുന്ന ജനങ്ങളൊക്കെ ഇവിടേക്ക് വന്നതാട്ടോ. അത്രയ്ക്ക് തിരക്കും കാര്യങ്ങളാണ് ഇതിലുള്ളത്. കുട്ടികൾക്ക് അവിടെ കമ്മിയൊന്നുമില്ല കേട്ടോ. 120 രൂപ തന്നെയാണ് വാങ്ങുന്നത്. ഞങ്ങൾ ഒരുവിധം ടിക്കറ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. ഒരാൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവുക, ഒരാൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക് നിൽക്കുക കേട്ടോ. അതാവും നല്ലത്. അത്രയ്ക്ക് തിരക്കാണ് അവിടെ. എന്തായാലും തിരക്കൊക്കെ തള്ളി മാറ്റി ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. പൂരത്തിനുള്ള ജനങ്ങളുണ്ടായിരുന്നു കേട്ടോ അവിടെ. നേരാവണ ഒരു ഫോട്ടോയോ വീഡിയോയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കിട്ടിയ കുറച്ച് വീഡിയോസ് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇങ്ങനെ ചാടുന്ന എഫക്റ്റാണ് കേട്ടോ അവിടെ. നമ്മളുടെ കാലിലൊക്കെ വെള്ളമാവും, മേല് വെള്ളമാവില്ല കേട്ടോ. നമുക്ക് മുകളിലേക്ക് കയറാനൊക്കെ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ മുകളിലേക്ക് കുറച്ച് കയറുമ്പോൾ നമ്മുടെ തലയൊക്കെ കറങ്ങും. അപ്പം നമ്മൾ പേടിച്ചിട്ട് ഇങ്ങോട്ട് തന്നെ ഇറങ്ങി പോരും കേട്ടോ. അവരുടെ ലൈറ്റ് സെറ്റിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബിഗ് ബോസത്തെ റോബോട്ട് പോലത്തെ ഒരു റോബോട്ട് അവിടെ ഉണ്ടായിരുന്നു. നല്ല ഡാൻസൊക്കെ കളിക്കുന്നത് കണ്ടു കേട്ടോ. റൈഡുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അമ്മു ചേച്ചി അമ്മയും ഗോസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു ഹൗസിലേക്ക് കയറി കേട്ടോ. അവിടെ ഒരാൾക്ക് ടിക്കറ്റ് 80 രൂപ കേട്ടോ. അവർ പറഞ്ഞത് പേടിക്കാനൊന്നുമില്ല, അവസാന നിമിഷം ഒരാൾ പിന്നാലെ വരുന്ന അതാണ് കേട്ടോ പേടിക്കാനുള്ളത്. പിന്നെ ഞാനും വല്യമ്മയും ആ തോണിയില്ലേ മേപ്പിട്ടും കീപ്പട്ടും പോണത് അതിൽ കയറി കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ പേടിച്ചിട്ട് വല്യമ്മയെ കെട്ടി പിടിച്ചു. കയറുമ്പോൾ നല്ല ചിരിച്ചിട്ടാണ് കയറിയത്. പക്ഷെ ഇറങ്ങുമ്പോഴത്തേക്കും വയറൊക്കെ കാളി, അങ്ങനത്തെ ഒരു ഇതിലാട്ടോ ഞങ്ങൾ ഇറങ്ങി വന്നു. പക്ഷെ അതൊന്നും ഇവരുടെ മുന്നിൽ കാണിച്ചില്ല. ഞങ്ങൾ ചിരിച്ചിട്ട് തന്നെ ഇറങ്ങി വന്നു കേട്ടോ. പിന്നെ അവിടെ നിറയെ കടകളുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് തിരക്ക് കാരണം ഒന്നും മേടിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് പോന്നു. പിന്നെ ഞങ്ങൾ പാരമൗണ്ട് കയറി ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 10-10:30 കേട്ടോ. അടുത്ത വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.